ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ മാ ബഅദ്. പീസ് റേഡിയോ അതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും അവസാനിച്ചു. പരിശുദ്ധ സുദിനമായ ചെറിയ പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, ഒത്തൊരുമയുടെ ആഘോഷവേളയിലാണ് നമ്മളെല്ലാവരും ഇന്ന്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീക്കിനാലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ ആരംഭിക്കുന്നു. പുതിയൊരു എപ്പിസോഡ്. നമ്മൾക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം കുറച്ച് കൂട്ടുകാർ അവരുടെ പാട്ടുകളും കഥകളും പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ആദ്യത്തെ ഒരു പ്രോഗ്രാമുമായി നമ്മോടൊപ്പം ചേരുന്നത് കാടാമ്പുഴയിൽ നിന്നും 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആദില കെയുടെ ഒരു പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് ആരംഭിക്കാം. കൊച്ചു കൂട്ടുകാരിയുടെ പാട്ട് കേൾക്കാം നമുക്ക് ഇൻഷാ അല്ലാ. സ്റ്റാർ ക്വസ്റ്റിലൂടെ നമുക്കത് കേട്ടിട്ട് അവരുടെ വിശേഷങ്ങളിലേക്ക് വേഗം തിരിച്ചു വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഇസ്മി ആദില. കഅബാലയം കാണിക്കണേ അല്ലാഹ്, കരുണാമൃതം വർഷിക്കണേ അല്ലാഹ്, കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാഹ്, റൗള കാണിക്കണേ അല്ലാഹ്, പാരിൻ നടുവിൽ പൂവാനമൈത്ത പരിശുദ്ധ കഅബാലയം, പൂമാൻ റസൂലിൻ പാദം പതിഞ്ഞ പുകളേറും പുണ്യാലയം, പടപ്പുകൾ ലബ്ബൈക ചൊല്ലിയണയം, തൗഹീദിന്റെ വാലയം, കണ്ണിൽ കാണിക്ക് കഅബാലയം, കഅബാലയം കാണിക്കണേ അല്ലാഹ്, കരുണാമൃതം വർഷിക്കണേ അല്ലാഹ്, പണ്ട് ഖലീലിൻ കൈകളാൽ തീർത്ത ശാന്തി മന്ദിരമേ, പാരൻ സുജൂദ് ചെയ്യാൻ നിദാനം കിബിലയാം സൗഭാഗ്യമേ, പരിശീലി ഇഹ്റാമിൽ കെട്ടിയണയം അതിൻ്റെ വിന്ധ്യാലയം, കണ്ണിൽ കാണിക്ക് കഅബാലയം, കഅബാലയം കാണിക്കണേ അല്ലാഹ്, കരുണാമൃതം വർഷിക്കണേ അല്ലാഹ്, കരൾ തേടുന്നിതാ കൊതിയേറുന്നിതാ, മക്കം കാണാൻ വിധി കൂട്ടണേ അല്ലാഹ്, റൗള കാണിക്കണേ അല്ലാഹ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ആദിലയുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആവശ്യമില്ലാത്തത് അല്ലേ? ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ പരലോകത്തായാലും ഇഹലോകത്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളില്ലാത്ത ഒരു ജീവിതം ആർക്കും തന്നെ സാധ്യമല്ല അല്ലേ? വിശ്വാസിക്കായാലും അവിശ്വാസിക്കായാലും ആർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആദിലയുടെ ഈ പാട്ടിലെ കരുണാമയം വർഷിക്കണേ അല്ലാഹ് എന്നുള്ള അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗാനമാണ് യഥാർത്ഥത്തിൽ ആദില ഇവിടെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായി മോളതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. കൂടുതൽ പാട്ടുകൾ പാടാനും അത് നമ്മൾക്കൊക്കെ കേൾക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ചേരുന്നു 4ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരി നുവ ഫാത്തിമ. TIC സ്കൂൾ തിരൂരിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു നുഹ ഫാത്തിമ ഒരു പാട്ടുമായി സ്റ്റാർ ക്വസ്റ്റിൽ. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി
ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. മാഷാ അല്ലാ, നുവാ ഫാത്തിമ അവതരിപ്പിച്ച പാട്ട് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിലേ കേട്ട് ശീലിച്ച ഒരു പാട്ടിലെ ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് ഒരു ചെറിയ കൊച്ചുമകനെ കിട്ടി അല്ലേ. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ എല്ലാം നമ്മൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്. ബലിപെരുന്നാൾ സുദിനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്ന ചരിത്ര സംഭവം കൂടെയാണ് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഒക്കെ ചരിത്ര സംഭവങ്ങൾ. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് വേണ്ടി നമ്മുടെ നുവാ ഫാത്തിമ അവതരിപ്പിച്ചിട്ടുള്ളത്. മാഷാ അല്ലാ, വളരെ മനോഹരമായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാരെ അവതരിപ്പിച്ചു. അള്ളാഹു സ്വീകരിക്കട്ടെ. നുവാ ഫാത്തിമക്ക് കൂടുതൽ പാട്ടുകൾ പാടാനും അവതരിപ്പിക്കുവാനും അതൊക്കെ നമ്മുടെ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളിലൂടെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ ശവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരി അദ്ബ സൗഫാദ് കോഴിക്കോട് ജില്ലയിൽ നിന്നും നമ്മോടൊപ്പം ഒരു പാട്ട് പാടാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവരുടെ പാട്ടിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും. ഉണ്ടനും ഇഷ്കാത് ബാരിക്കിൽ വന്നിട് ഊറുമിസാവരായി പരിശാന്തനും ബടിവായി ഉഗമാം വിളമ്പിടലായി അവരന്തരമേറുള്ള ചന്ദ്രനു കതിരോളിരും തെളി ആയി. ഉണ്ടനും ഇഷ്കാത് ബാരിക്കിൽ വന്നിട് ഊറുമിസാവരായി പരിശാന്തനും ബടിവായി ഉഗമാം വിളമ്പിടലായി അവരന്തരമേറുള്ള ചന്ദ്രനു കതിരോളിരും തെളിവായി. മണ്ടമുടിത്തോടു കർമുകില നിറം സഞ്ചരികൻ ജതമോ അത് പൂവിൽ ചുടുകിൽ. മണ്ടമുടിത്തോടു കർമുകില നിറം സഞ്ചരികൻ ജതമോ അത് പൂവിൽ ചുടുകിൽ. മഹകാളകം ഒഴുകേ ഇത് ശോമിയ മറ്റൊരു ലോങ്ങിൻ തെളിയിടുക അതിൻ കരുളാ. മിഷ്കത് ബാരിക്കിൽ വന്നിട് ഊറുമിസാവരായി പരിശാന്തനും ബടിവായി ഉഗമാം വിളമ്പിടലായി അവരന്തരമേറുള്ള ചന്ദ്രനു കതിർ ഇരും തെളിവായി. കണ്ടപകുട്ട് മകുട്ട് ചുരുട്ട് ബലം പുലി ഭരണമോ മുതൽ കാർമുക പരിശോ. കണ്ടപകുട്ട് മകുട്ട് ചുരുട്ട് ബലം പുലി ഭരണമോ നുതർ കാർമുക പരിശോ പുറൗങ്കമനകമോ എന്നും കണ്ടലവൻ പിറ രണ്ട് തടങ്ങളവാടന കടമഹാമിളി യോഗി മമത്തരം നീട്ടിയ നട്ടമതോ മതൽ താവള തുടിയോ. കണ്ടമഹാമിളി യോമിക മത്തരം നീട്ടിയ നട്ടമതോ മതൽ താവള തുടിയോ. കവിൽ ബാരിശത്തിരുളോ മുഖൻ ചെങ്കതിരോ പിൻവശം കതിരോ ഒളിവാലും വട്ടമതോ. മാഷാ അല്ലാ, അദ്ബ സൗഫാദ് പാടിയ പാട്ട് ആർക്കെങ്കിലും മനസ്സിലായോ? ഈ പാട്ട് കേട്ട ആളുകൾക്ക് മനസ്സിലായോ? മാപ്പിളപ്പാട്ടാണല്ലേ. ഈ മാപ്പിളപ്പാട്ടുകൾക്കുള്ള പ്രത്യേകത അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ എല്ലാ വരികളും ചിലപ്പോൾ ചില പാട്ട് കേട്ടാൽ എന്തിനെക്കുറിച്ചാണ് പാടിയതെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയുള്ള കടുകട്ടി വാക്കുകൾ കോർത്തിണക്കിയിട്ടാണ് മാപ്പിളപ്പാട്ടുകളൊക്കെ സാധാരണ ഉണ്ടാവാറുള്ളത് അല്ലേ. അപ്പോൾ അതൊക്കെ എഴുതിയ ആളുകളുടെ ഒരു കഴിവും കൂടെയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കൂടുതൽ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താ പറയുക, നല്ല നല്ല പാട്ടുകൾ എഴുതാനുള്ള കഴിവൊക്കെ അള്ളാഹു അവർക്കൊക്കെ കൊടുക്കട്ടെ അല്ലേ, ഇൻഷാ അല്ലാ, പുതിയ ആളുകൾക്ക്. ഏതായിരുന്നാലും നമ്മളെ അദ്ബ സൗഫാദ് ഒരു മനോഹരമായ മാപ്പിളപ്പാട്ട് നമ്മൾക്ക് വേണ്ടി അവതരിപ്പിച്ചു. നല്ല കടുകട്ടിയുള്ള വാക്കുകളാണ്, എന്നാലും കഴിവിൻ്റെ പരമാവധി ഉഷാറാക്കി തന്നെ അവൾ അവതരിപ്പിച്ചു. അൽഹംദുലില്ലാ. കൂടുതൽ പഠിക്കുവാനും നന്നായിട്ട് പാടുവാനും അള്ളാഹു ഇനിയും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോയാലോ, ഇൻഷാ അല്ലാ. അടുത്തത്, ഇതുവരെ നമ്മൾ കുറച്ച് പാട്ടുകളാണ് കേട്ടതെങ്കിൽ ഇനി ചെറിയ ഒരു പ്രസംഗത്തിലേക്ക് പോയാലോ. നമ്മുടെ ഹിബ ഫാത്തിമ എന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും
ശ്രീകണ്ഠപുരത്ത് നിന്നും, കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരത്ത് നിന്നും ഒരു കൊച്ചു കൂട്ടുകാരി ഹിബ ഫാത്തിമ എന്ന ഒരു ചെറിയ പ്രസംഗം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു. ആ ഒരു ഉപദേശം നമുക്കൊന്ന് കേട്ടിട്ട് ഇൻഷാ അല്ലാ അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ കമ്മിറ്റി, പീസ് റേഡിയോ എന്ന ശ്രേഷ്ഠമായ പരിപാടിയെ ഉന്നതിയിൽ നയിക്കുവാൻ വേണ്ടി നിത്യവും സഹകരണം ഉറപ്പാക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും, എൻ്റെ ഈ ശബ്ദം നുകരുന്ന ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം, ശ്രേഷ്ഠമായ ആദ്യത്തെ 10, ലൈലത്തുൽ ഖദർ തുടങ്ങിയ പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ കടന്നു നീങ്ങി. ഏറ്റവും സുദിന മുഹൂർത്തമായ ഈദിൻ ആഹ്ലാദ നിമിഷങ്ങളിലാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ ആരാധനകളും സമർപ്പിച്ച സന്തോഷമാണ് ഈ ഈദിൻ വേളയിൽ നാം പ്രകടമാക്കുന്നത്. പെരുന്നാൾ നിലാവെന്ന ഉത്തമമായ നന്മതൻ മുത്തുകൾ പൊഴിയിക്കുന്ന, പാടിയും പറഞ്ഞും കേട്ടും കണ്ടും എഴുതിയും വായിച്ചും ആസ്വദിച്ചും ആഹ്ലാദിച്ചും പുതിയ ഭാവന കൈവരിക്കാൻ സാധിക്കുന്ന ഈദിൻ പ്രത്യേക പരിപാടിയിൽ ഈ സുന്ദരമായ വേളയിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ഹിബ ഫാത്തിമ എന്നും, കണ്ണൂർ ശ്രീകണ്ഠപുരം. സമ്പന്നർ മാറ്റിവെക്കുന്ന ഓഹരിയാണ് സക്കാത്ത് എന്നറിയപ്പെടുന്നത്. പാവപ്പെട്ടൻ്റെ അർഹതയാണ് സക്കാത്ത്. നന്മകൾ കൈവരിക്കാൻ സാധ്യമാകുന്ന മഹത്തായ ഈ സംഗതിയിൽ എല്ലാവരും പങ്കാളിയാവണമെന്ന മഹത്തായ സന്ദേശം ഞാൻ കൈപ്പറ്റുന്നു. മാഷാ അല്ലാ, ഹിബ ഫാത്തിമ ഒരു ഉജ്ജ്വല പ്രാസംഗികയാണെന്ന് നമുക്ക് തോന്നുന്നു അല്ലേ? നല്ല കടുകട്ടി വാക്കുകളൊക്കെ ഉപയോഗിച്ച് പീസ് റേഡിയോയെ അതിൻ്റെ മനോഹരമായ രൂപത്തിൽ പരിചയപ്പെടുത്തി എല്ലാവർക്കും ഒരു ഈദാശംസയൊക്കെ പറഞ്ഞ് സ്റ്റാർ ക്വസ്റ്റ് പോലെയുള്ള പ്രോഗ്രാമുകളെ പരമാവധി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു. മാഷാ അല്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഹിബ ഫാത്തിമ എന്നെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. നമുക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും നമ്മുടെ അടുത്ത ഒരു കൂട്ടുകാരിയിലേക്ക് നമുക്ക് പോയാലോ. ബാദിയ നസ്രിൻ ടി പി ഒരു കിടിലൻ പ്രസംഗവുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വേങ്ങര സ്വദേശിനിയായ ബാദിയ നസ്രിൻ ടി പി. അവരുടെ സംസാരം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും. ഞാൻ ബാദിയ നസ്രിൻ. ഞാൻ 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ സ്ഥലം മലപ്പുറം വേങ്ങര. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു പ്രസംഗമാണ്. ഒരിക്കൽ ഒരു വലിയ മനുഷ്യൻ മക്കയിൽ ജനിച്ചു. ജനനത്തിനു മുമ്പ് ഉപ്പയും 6-ാം വയസ്സിൽ ഉമ്മയെ നഷ്ടപ്പെട്ട അനാഥനായി ആണ് അദ്ദേഹം വളർന്നത്. ചെറുപ്പം മുതൽ സത്യം പറയുകയും നല്ലവനും കരുണയുള്ളവനുമായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുമായിരുന്നു. മുഹമ്മദ് നബിക്ക് ഒരു ദിവ്യ സന്ദേശം ലഭിച്ചു. ആ ദിവസം മുതൽ അദ്ദേഹം ആ ദിവ്യ സന്ദേശം മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും തമ്മിൽ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്നായിരുന്നു. മുഹമ്മദ് നബി നമ്മെ പഠിപ്പിച്ചത് എല്ലാവരോടും നന്നായി പെരുമാറണം. നമ്മുടെ ഉമ്മമാരോട്, ഉപ്പമാരോട്, സഹോദരങ്ങളോട്, അധ്യാപകരോട് എല്ലാവരോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെയും പെരുമാറണം. സത്യം പറയണം, എപ്പോഴും സത്യം പറയണം. സത്യം പറയുന്നത് നല്ല കാര്യമാണ്. കഠിനാധ്വാനം ചെയ്യണം. നമ്മൾ എന്ത് ചെയ്താലും കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് നല്ല ഫലം ലഭിക്കും. എല്ലാവരെയും സഹായിക്കണം. കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം. ആവശ്യക്കാർക്ക് നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കണം. മുഹമ്മദ് നബി നമ്മെ നല്ല മനുഷ്യരായി വളർത്താൻ സഹായിച്ചു. ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ അദ്ദേഹത്തിന് പരീക്ഷണം മൂലം അനുഭവിച്ചു. ചെറുപ്പത്തിൽ അനാഥൻ, ഭാര്യയായ ഖദീജ റളിയല്ലാഹുവിന്റെ മരണം, അദ്ദേഹത്തിന്റെ മക്കളുടെ മരണം, ജനിച്ച സ്ഥലം, നാട് വിട്ട് പോകേണ്ടി വന്നത് എന്നീ തുടങ്ങി എല്ലാ പരീക്ഷണങ്ങളും നബി നേരിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ വിശ്വാസം ഒരു കടുകുമണിക്ക് പോലും മാറ്റം വന്നില്ല. മിച്ചൽ എച്ച് ഹാർട്ട് പറഞ്ഞതുപോലെ ലോകത്തിൽ സ്വാധീനിച്ച 100 ആളുകൾ എന്നും 1-ാം നമ്പർ എൻ്റെ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
മാഷാ അല്ലാ, വളരെ മനോഹരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചെറിയ ചരിത്ര സംഭവം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ബാദിയ നസ്രീൻ മാഷാ അല്ലാ വേങ്ങരയിൽ നിന്നും നമ്മോടൊപ്പം ശ്രോതാക്കളോടൊപ്പം ചേർന്നിരിക്കുന്നു. നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. സുമയ്യ നസ്രീൻ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുമയ്യ നസ്രീൻ നമ്മോടൊപ്പം ഒരു ചെറിയ പാട്ടുമായി ചേരുന്നു. പാട്ട് നമുക്കൊന്ന് കേൾക്കാം ഇൻഷാ അല്ലാ. سواد الظلمة قد شاء يوم فيوما يموت الناس كثيرا جوا وظلما الله هل تنجينا يوما الله هل تنجينا يوما الله نسعى وعونا منك الله نحن الروح نعيد مظلومون لا نزال فيها لكن هل نجات هل تنصرنا في الحرب هل تنقذنا في الكرب هل تنجينا من الحرب يا الله الله سواد الظلمة قد شاء يوم فيوما يموت الناس كثيرا جوا وظلما أراكن بلدتنا وراحل جلدتنا ونحن أحرجنا فهاجرنا منها أراكن بلدتنا وراحل جلدتنا ونحن أحرجنا فهاجرنا منها فخيمات تسلينا وخدمات تصافنا وخيمات تسلينا وخدمات تصافنا هلا تساعدنا يا رحمن يا الله أوامتنا فيها العليم يا الله هلا تساعدنا يا رحمن يا الله أوامتنا فيها العليم يا الله نحن الروح نعيد مظلومون لا نزال فيها لكن هل نجات هل تنصرنا في الحرب هل تنقذنا في الكرب هل تنجينا من الحرب يا الله الله سواد الظلمة قد شاء يوم فيوما يموت الناس كثيرا جوعا وظلما نساء وأطفال شيوخ ومرضى بكاء لا حتى فساعدنا الله نساء وأطفال شيوخ ومرضى بكاء لا حتى فساعدنا الله فخيمات تسلينا وخدمات تصافنا وخيمات تسلينا وخدمات تصافنا هلا تساعدنا يا رحمن يا الله أوامتنا فيها العليم يا الله هلا تساعدنا يا رحمن يا الله أوامتنا فيها العليم يا الله نحن الروح نعيد مظلومون لا نزال فيها لكن هل نجات هل تنصرنا في الحرب هل تنقذنا في الكرب هل تنجينا من الضرب يا الله الله شكرا മാഷാ അല്ലാ, സുമയ്യ നസ്രീൻ അല്ലേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. ഇതുവരെ നമ്മൾ കേട്ടത് മാപ്പിളപ്പാട്ടും മലയാള പാട്ടുകളും ഒക്കെ ആണെങ്കിൽ വളരെ വ്യത്യസ്തമായി ഒരു അറബി ഗാനവുമായിട്ടാണ് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാർ നമ്മോടൊപ്പം ചേർന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. കൂടുതൽ പാട്ടുകൾ പാടാനും പഠിക്കുവാനും ഉന്നതങ്ങളിൽ എത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല
തൗഫീഖ് നൽകട്ടെ. പീസ് റേഡിയോ ശവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ ഇനി നമ്മൾ ഒരു മനോഹരമായ പാട്ടിലേക്കാണ് പോകുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അൽ മദ്രസത്തു സലഫിയ കരുവാരക്കുണ്ട്, മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിലെ അൽ മദ്രസത്തു സലഫിയയിൽ നിന്നും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അദിയ ഫാത്തിമ പി ഒരു മനോഹരമായ പാട്ടുമായി നമ്മോടൊപ്പം ചേരുന്നു. അരുവികളൊഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം, കാട്ടി തരൂ തമ്പുരാനേ, കാട്ടി തരൂ തമ്പുരാനേ. മുത്ത് പോൽ പൈതങ്ങൾ മുന്തിരിത്തോപ്പുകൾ മിന്നി തിളങ്ങുന്ന താരകങ്ങൾ, മുത്ത് പോൽ പൈതങ്ങൾ മുന്തിരിത്തോപ്പുകൾ മിന്നി തിളങ്ങുന്ന താരകങ്ങൾ, മണിമേടകൾ പൂന്തോപ്പുകൾ സന്തോഷ സൗഹൃദങ്ങൾ, സന്തോഷ സൗഹൃദങ്ങൾ. ആകാശം പോലെ വിശാലം സ്വർഗം, അരുവികളൊഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം, കാട്ടി തരൂ തമ്പുരാനേ, കാട്ടി തരൂ തമ്പുരാനേ. ആകാശം പോലെ വിശാലം സ്വർഗം, അരുവികളൊഴുകുന്ന ലോകം കാണാനെന്തുണ്ട് മാർഗം, കാട്ടി തരൂ തമ്പുരാനേ, കാട്ടി തരൂ തമ്പുരാനേ. അസ്സലാമു അലൈക്കും. വലൈക്കുമുസ്സലാം. എന്തല്ലേ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരു ആഗ്രഹം അല്ലേ? എന്തൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളെ ഇങ്ങനെ മനോഹരമാക്കി ചേർത്തിണക്കി അല്ലേ? അതിങ്ങനെ നമ്മളെ കൊതിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിച്ചു നമ്മളെ അദിയ ഫാത്തിമ അല്ലേ? ആകാശം പോലെ വിശാലം, അരുവികൾ ഒഴുകുന്ന ലോകം, മുത്തുപോലെ പൈതങ്ങൾ അല്ലേ? എന്തൊക്കെയാണ് സ്വർഗത്തിലുള്ളത് അല്ലേ? നമ്മൾ വിചാരിക്കുന്നതെല്ലാം ലഭിക്കുന്ന മനോഹരമായ മടുപ്പില്ലാത്ത സ്വർഗ്ഗലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ആ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഈ ഒരു പാട്ടോടുകൂടി നമ്മൾ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അദിയ ഫാത്തിമയുടെ പാട്ട് ഏതായിരുന്നാലും മനോഹരമായി അവതരിപ്പിച്ചു നമ്മുടെ പീസ് റേഡിയോ ശവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് തന്നെ നീങ്ങുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരി നമുക്ക് വേണ്ടി ഒരു ഗാനവുമായി എത്തുന്നു. 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരി മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസ് ആലപ്പുഴയിലെ അസ്ഫിയ ബിൻത്ത് ആഷിഖ് നമുക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂമരത്തണലിൽ ഇത്തിരി നേരം ഒന്നിച്ചിരിക്കാം കൂട്ടുകാരെ, പൂമരത്തണലിൽ ഇത്തിരി നേരം ഒന്നിച്ചിരിക്കാം കൂട്ടുകാരെ. അല്ലാന്റെ ഖലീലിന്റെ കഥ പറഞ്ഞിടാം, മുത്ത് ഇബ്രാഹിമിൻ കഥയോദാം, മുത്ത് ഇബ്രാഹിമിൻ കഥയോദാം. പൂമരത്തണലിൽ ഇത്തിരി നേരം ഒന്നിച്ചിരിക്കാം കൂട്ടുകാരെ. ശിർക്കും ബിദ്അത്ത് തിമർത്താടിയ മണ്ണിൽ ഇബ്രാഹിം വന്ന് പൂജാതനായി. ശിർക്കും ബിദ്അത്ത് തിമർത്താടിയ മണ്ണിൽ ഇബ്രാഹിം വന്ന് പൂജാതനായി. യാ അബ്തി എന്നോദിയവരുകൾ
ഉപ്പാനെ തൗഹീദിൽ വിളിച്ചിടുന്നു, ഉപ്പാനെ തൗഹീദിൽ വിളിച്ചിടുന്നു. പൂമരത്തണലിൽ ഇത്തിരി നേരം ഒന്നിച്ചിരിക്കാം കൂട്ടുകാരെ, പൂമരത്തണലിൽ ഇത്തിരി നേരം ഒന്നിച്ചിരിക്കാം കൂട്ടുകാരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ള. മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസ് ആലപ്പുഴയിലെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അസ്ഫിയ ബിൻത്ത് ആഷിഖ് വളരെ മനോഹരമായി ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിച്ചു. പൂമരത്തണലിൽ ഇത്തിരി നേരം എന്ന് തുടങ്ങുന്ന എന്തായാലേ നല്ല ക്യൂട്ട് വോയിസ്. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് ഒരു ഗാനം തന്നെയാണ്. എടവണ്ണയിൽ നിന്നും ഒരു കൊച്ചു കൂട്ടുകാരി അമത്തുൽ വദൂദ് ഒരു പാട്ടുമായി നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമളാൻ പരിപൂർണ്ണ മൊഴിമിന്നി ശവ്വാലമ്പിൽ വാനിൽ ഉദിച്ചുയർന്നേ, തക്ബീർ ധ്വനികൾ ഭൂവിൻ മുഴങ്ങിടുന്നേ, തക്ബീർ ധ്വനികൾ ഭൂവിൽ മുഴങ്ങിടുന്നേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധ റമളാൻ പരിപൂർണ്ണ മോളി മിന്നി ശവ്വാലമ്പിൽ വാനിൽ ഉദിച്ചുയർന്നേ, തക്ബീർ ധ്വനികൾ ഭൂവിൽ മുഴങ്ങിടുന്നേ, തക്ബീർ ധ്വനികൾ ഭൂവിൽ മുഴങ്ങിടുന്നേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റഹ്മാനായ റബ്ബ് മുസൽമാനേകിയൊരാനന്ദം, ഉണ്ണാൻ വകയുള്ളോന് ഫിത്ർ സകാത്തും നിർബന്ധം. റഹ്മാനായ റബ്ബ് മുസൽമാനേകിയൊരാനന്ദം, ഉണ്ണാൻ വകയുള്ളോന് ഫിത്ർ സകാത്തും നിർബന്ധം. മാതാപിതാക്കൾ മക്കൾ ഒന്നിച്ചൊന്നായി പോകുന്നേ, ഈദ് കാഹിൽ ഒന്നിച്ച് തക്ബീർ ധ്വനികൾ മുഴങ്ങുന്നേ. മാതാപിതാക്കൾ മക്കൾ ഒന്നിച്ചൊന്നായി പോകുന്നേ, ഈദ് കാഹിൽ ഒന്നിച്ച് തക്ബീർ ധ്വനികൾ മുഴങ്ങുന്നേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധ റമളാൻ പരിപൂർണ്ണ മൊഴിമിന്നി ശവ്വാലമ്പിൽ വാനിൽ ഉദിച്ചുയർന്നേ, തക്ബീർ ധ്വനികൾ ഭൂവിൽ മുഴങ്ങിടുന്നേ, തക്ബീർ ധ്വനികൾ ഭൂവിൽ മുഴങ്ങിടുന്നേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തിൻ തിരുസുദിനം, പുത്തൻ പുടവയണിഞ്ഞൊരു മൈലാഞ്ചിച്ചോപ്പിൻ സുദിനം. കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തിൻ തിരുസുദിനം, പുത്തൻ പുടവയണിഞ്ഞൊരു മൈലാഞ്ചിച്ചോപ്പിൻ സുദിനം. കൂട്ടുകുടുംബ ബന്ധം ചേർക്കാനുള്ളൊരു പൊൻസുദിനം, നാട്ടുകാരൊത്ത് ചേർന്ന് ഉരുവിടുന്നൊരു ആനന്ദം. കൂട്ടുകുടുംബ ബന്ധം ചേർക്കാനുള്ളൊരു പൊൻസുദിനം, നാട്ടുകാരൊത്തു ചേർന്ന് ഉരുവിടുന്നൊരാനന്ദം. അല്ലാഹു അക്ബർ,
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് പരിശുദ്ധ റമദാൻ പരിപൂർണ്ണ ഒളി മിന്നി ശൗവാലമ്പിൽ വാനിൽ ഉദിച്ചുയർന്നേ തക്ബീർ ധ്വനികൾ ഭൂവിൽ മുഴങ്ങിടുന്നേ തക്ബീർ ധ്വനികൾ ഭൂവിൽ മുഴങ്ങിടുന്നേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാഷാ അല്ലാ മാഷാ അല്ലാ. ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരി അമത്തുൽ വദൂദ് എടവണ്ണയിൽ നിന്നും നമുക്ക് പാടിത്തന്നിരിക്കുന്നത്. നോക്കൂ, ഇന്ന് പരിശുദ്ധ റമളാൻ അത് വിട പറഞ്ഞു. പുണ്യമാക്കപ്പെട്ട നമ്മുടെ ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാൾ നമ്മൾ ആഘോഷവേളയിലാണ്. ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു ഈദ് സ്പെഷ്യൽ സോങ് തന്നെയാണ് നമുക്ക് വേണ്ടി അമത്തുൽ വദൂദ് പാടിത്തന്നിരിക്കുന്നത്. ഈ ഒരു സ്പെഷ്യൽ സോങ്ങോടി കൂടി തന്നെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.